അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൺമാസ്കിംഗ് അനോമലീസിന്റെ തദബ്ബുർ സീരീസ് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാണ്. പരിശുദ്ധ ഖുർആനിന്റെ മാസമായ റമദാനിൽ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഏകദേശം 15ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആളുകൾ അതുകൂടി റെഫർ ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു റമദാനിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനത്തിലേക്കും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഉറ്റാലോചനകളിലേക്കും കൂടുതൽ കടക്കേണ്ടുന്ന ഒരു മാസമായതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യവും അത്തരത്തിലുള്ളൊരു സീരീസ് അതിന്റെ തുടർച്ച നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ എനിവേ വിശുദ്ധ റമദാനാണ്, ഖുർആനിന്റെ മാസമാണ്. ഖുർആനിനെ കുറിച്ച് ഖുർആനിന്റെ തന്നെ വാചകങ്ങളിലൂടെ തന്നെ നമുക്ക് ഈ ഒരു സീരീസ് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ഖുറാനെ കുറിച്ച് ഖുറാൻ ഒരുപാട് വിശേഷണങ്ങൾ പറയുന്നുണ്ട്. ഖുറാൻ ഫുർഖാനാണ്, ഹുദയാണ്. അതോടൊപ്പം തന്നെ ഖുർആൻ പഠിക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളൊരു കാര്യമാണ് ഖുർആൻ പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. വിശുദ്ധ ഖുർആനിലെ 54-ാം അധ്യായം സൂറത്തുൽ ഖമറിലെ ഒരുപാട് തവണ ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു വചനമുണ്ട്. 17-ാമത്തെ വചനത്തിലാണ് ആദ്യമായിട്ട് അത് വരുന്നത്. പിന്നെ 22, അതെ. 32, 40. അതെ. ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ഒരു വചനമാണ്. അത്രയും പ്രാധാന്യം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ആ ആയത്ത് ഇങ്ങനെയാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആനിലെ വചനത്തിന്റെ അർത്ഥം ഖുർആനിനെ നാം ഓർമ്മിച്ച് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഫഹൽ മിൻ മുദ്ദക്കിർ. അപ്പോൾ ഓർമ്മിച്ച് മനസ്സിലാക്കുന്നവരായ ആരെങ്കിലും ഉണ്ടോ, അതിന് തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഖുർആൻ ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് ഖുർആൻ പറയുന്നത് ഓർമ്മിക്കാനും മനസ്സിലാക്കാനും അത് എളുപ്പമാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഖുർആനിന്റെ ആശയങ്ങൾ വളരെ ലളിതമാണ്. ഭയങ്കര കെട്ടിക്കുടുക്കുകളില്ല, സങ്കീർണതകളില്ല. മനസ്സ് തുറന്ന് വിശാല മനസ്സോടുകൂടി ഒന്ന് സത്യം മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വായിച്ചാൽ ആർക്കും പെട്ടെന്ന് ബോധ്യപ്പെടാവുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ. അതിന്റെ സത്യത, അതിന്റെ ദൈവികത, എല്ലാ കാര്യങ്ങളും, അതിന്റെ അത്ഭുതങ്ങൾ, അതായത് മുഅ്ജിസാത്ത്, അതെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാൻ ഭയങ്കര എളുപ്പമുള്ള. ഇപ്പൊ ഖുർആന്റെ പ്രിസർവേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അത് ഹിഫ്ളിലൂടെയാണ്, എഴുത്തിലൂടെയുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഹിഫ്ളിലൂടെയാണ്, മനഃപ്പാഠത്തിലൂടെയാണ്, അത് ഓർമ്മയിലൂടെയാണ് അത് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ്. ഇപ്പോൾ നമ്മൾ ഖുർആനെ കുറിച്ച് പറയുകയാണെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ കാലത്ത് ഉള്ള ഖുർആൻ തന്നെയാണ് നമ്മൾ ഇന്നും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മാറ്റത്തിരുത്തലുകളൊന്നും വന്നിട്ടില്ല, വൈരുദ്ധ്യങ്ങളൊന്നും കടന്നുകൂടിയിട്ടില്ല, കൈകടത്തലുകൾ വന്നിട്ടില്ല. അതെങ്ങനെ സംരക്ഷിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇതുപോലെ ഇപ്പൊ ഖുർആൻ പറഞ്ഞ പോലെ വളരെ എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു എളുപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ മനഃപ്പാഠമാക്കിയിട്ടുള്ള ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ ഹാഫിളുകളായി വീണ്ടും വീണ്ടും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ പല ഹിഫ്സ് സ്ഥാപനങ്ങളും നമ്മുടെ കേരളത്തിലടക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായ ഹിഫ്സ് മത്സരങ്ങൾ, ലോകാടിസ്ഥാനത്തിൽ തന്നെ വലിയ വലിയ ക്യാഷ് പ്രൈസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഹിഫ്സ് മത്സരങ്ങൾ. അപ്പൊ അതൊക്കെ തെളിയിക്കുന്നത് ഖുർആന്റെ ഒരു പ്രിസർവേഷൻ പല രൂപങ്ങളിൽ. അതിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഒരു വരി അല്ലെങ്കിൽ ഒരു വള്ളിയോ പൊള്ളിയോ ഒന്ന് മാറിയാൽ പോലും അവിടെ നോട്ട് ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെ ഒരു ഗ്രന്ഥം. അപ്പൊ ഈ ആ ഒരു പദപ്രയോഗം പോലെ എത്ര കൃത്യമാണെന്ന് അത്രത്തോളം എളുപ്പമാക്കിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ആളുകൾ ഓർത്തെടുക്കുകയും അങ്ങനെ ഹിഫ്ളാക്കി അതിൽ ഒരു തെറ്റുമില്ലാതെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ അത് ചൂണ്ടിക്കാണിക്കാൻ 100 ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ ഒരു ഗ്രന്ഥത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഒരു പക്ഷേ എന്നുള്ളത് നമുക്ക് കാണാൻ അത് ഈ പറ്റും. പാരായണത്തിൽ ഇതിൽ മാത്രമല്ല, അപ്പൊ അതിന്റെ അർത്ഥങ്ങൾ, വ്യാഖ്യാനങ്ങളിൽ പോലും ഒരു തെറ്റായ വ്യാഖ്യാനം ഒരാൾ നൽകിയെന്ന് തോന്നിയാൽ അപ്പോഴേക്കും മറ്റുള്ള ആളുകൾ അതിനെ എതിർക്കാൻ തുടങ്ങും. അതിന് അത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു സവിശേഷത തന്നെയാണ് ഖുർആനിന്റെ. കാരണം വ്യാഖ്യാനങ്ങളിൽ പോലും സൂക്ഷ്മത പാലിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരു സംഗതിയിൽ കാണാൻ. അതേപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആന്റെ ആശയതലത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാം ഉപമകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചരിത്ര ആഖ്യാനങ്ങൾ നമുക്ക് കാണാം. വളരെ സുന്ദരമായിട്ടാണ് ആ ഒരു ചരിത്ര ആഖ്യാനങ്ങൾ. അതായത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ഇനിയുള്ള എപ്പിസോഡുകളിലൊക്കെ. അതായത് ചില ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരും. ഒരു പ്രവാചകനെ കുറിച്ചുള്ള ചരിത്രം ഇങ്ങനെ കൊണ്ടുവന്ന് അത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാവും മറ്റൊരു പ്രവാചകന്റെ ചരിത്രത്തിലേക്ക് ഇങ്ങനെ ബ്ലെൻഡായി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള എന്നുവെച്ചാൽ ഒരുപക്ഷെ നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുള്ള ചരിത്രമായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ അത് ആശയം കൊണ്ട് അതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് മറ്റൊരു ചരിത്രത്തിലേക്ക് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഉപമകൾ നമ്മളൊരു പക്ഷെ അത്രമേൽ ചിന്തിപ്പിക്കുന്ന രൂപത്തിലുള്ള ഉപമകൾ. ഇപ്പം മരണത്തിന് ശേഷം ജീവിതമുണ്ടോ എന്നുള്ളത് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് നേരെ ഒരു ഉത്തരം പറയാന്നുള്ളതിനപ്പുറത്ത് ഒരു വരണ്ട് കിടക്കുന്ന ഒരു ഭൂമിയെ കുറിച്ച് പറയുന്നു. അവിടേക്ക് മഴ പെയ്യുന്നു, തസ്സത്ത് വറബത്ത്, ആ ഒരു മണ്ണിനൊരു ചലനം ഉണ്ടാകുന്നു, അതിലൂടെ ചെടികൾ മുളച്ചോതുന്നു. അങ്ങനെയാകുന്നു പുറപ്പാട് എന്നാണ് അവിടെ പറയുന്നത്. അതായത് ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ ജീവനില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചെടുത്ത്
അവിടെ ഈ പറഞ്ഞ ചെടികൾക്ക് വളരാമെങ്കിൽ, അങ്ങനെ ഒന്നുമില്ലാത്ത ജീവനില്ലാത്തതിൽ നിന്ന് വരുന്നു എന്നുള്ള നിലക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെയും അതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അവിടെ വിത്തുകളുണ്ട്, അവിടുന്നാണ് ആ ചെടികൾ മുളക്കുന്നത് എങ്കിൽ നിങ്ങളെയും അതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഉപമകൾ പറഞ്ഞ ഒരുപാട് പക്ഷേ കഴിയുന്ന തോന്നില്ല. അപ്പൊ അത്രത്തോളം ആളുകളെ ചിന്തിപ്പിക്കുന്ന, അതുപോലെ തന്നെയാണ് മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള ഉപമകൾ വരെ നമുക്ക്, ഉപമകളും പദപ്രയോഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത് നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഞാനൊരു പുസ്തകം എഴുതിയിട്ട് മുഹ്സിനത് പറയാണ്, ഇത് വായിക്കാൻ കുഴപ്പമില്ല, നല്ല ലളിതമാണെന്ന് പറയുന്നത് പോലെയല്ല. ഞാൻ ഇന്ന് എഴുതിയ ആ പുസ്തകം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഒരാൾ വായിച്ചാൽ ചിലപ്പോൾ അയാൾക്കൊന്നും മനസ്സിലാവില്ല. ഭാഷ മാറിയിട്ടുണ്ടാവും, എല്ലാം മാറിയിട്ടുണ്ടാവും. പക്ഷെ വിശുദ്ധ ഖുർആൻ 7-ാം നൂറ്റാണ്ടിൽ ഈ പറഞ്ഞ വിമർശകരൊക്കെ പറയണമെങ്കിൽ 7-ാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യൻ ഇരുന്ന് എഴുതിയതാണല്ലോ. അപ്പം 7-ാം നൂറ്റാണ്ടിലുള്ള എന്ന് പറയുകയും എന്നാൽ ഇപ്പോഴും നമുക്ക് വളരെ ലളിതമായി എന്താണ് വിശുദ്ധ ഖുർആനിൽ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുക. അതേപോലെ തന്നെ ആശയവും അതേപോലെ തന്നെ 7-ാം നൂറ്റാണ്ടിൽ അന്ന് നമുക്ക് കിട്ടിയ ഒരു ആശയ പരിസരമോ അല്ലെങ്കിൽ അറിവിന്റെ ജ്ഞാന പരിസരമോ അല്ല ഉള്ളത്. എന്നിട്ടും അവർക്കും അത് മനസ്സിലായി, നമുക്കും അത് മനസ്സിലാകുന്നു. അതിലാകട്ടെ തെറ്റുകളില്ലാതെ അത് മനസ്സിലാകുന്നു. ഇതൊക്കെ വിശുദ്ധ ഖുർആനിന്റെ ആ ഒരു ലാളിത്യത്തെയും അല്ലെങ്കിൽ അതിന്റെ ഒരു ലളിതമായ ഒരു ആഖ്യാനത്തെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഭാഷയെ കുറിച്ച് പറഞ്ഞല്ലോ, അന്നത്തെ ആൾക്കാർക്ക് മനസ്സിലാവും, ഇന്നത്തെ ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷെ ഇതേ അറബി ഭാഷയിൽ തന്നെ ഇപ്പം ഖുർആൻ കഴിഞ്ഞ് കുറച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം തന്നെ അതിലെ ചില ഗ്രന്ഥങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അതെ, അതെ. കാരണം ഭാഷയിൽ ഭയങ്കര വ്യത്യാസം. പക്ഷെ ഖുർആൻ നിലനിർത്തി വളരെ മനോഹരമായ ആ ഭാഷ ഉപയോഗിക്കുന്നു. അതോടൊപ്പം ഇന്നും നമുക്കത് യെസ്. മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ള വലിയ അതുപോലെ തന്നെയാണ് ഈ ശാസ്ത്രീയമായ അല്ലെങ്കിൽ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളെ കുറിച്ച് പറയാം. ഇപ്പം സൂര്യൻ ചലിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഉം. അന്നത്തെ ആളുകൾക്ക് അത് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമൊന്നുമല്ല. അതെ. അവർക്ക് അവരുടേതായ മനസ്സിലാക്കലിൽ ഒരു സൂര്യന്റെ അതെ. ചലനമുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ശാസ്ത്രം ഒരുപാട് മനസ്സിലാക്കി എല്ലാ ഗ്രഹങ്ങളുടെയും അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെയൊക്കെ ചലനം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ പദങ്ങളിൽ കുറച്ചും കൂടി കൃത്യതയുള്ള രൂപത്തിൽ മനസ്സിലാവുന്നു സൂര്യന്റെ ചലനം എന്നുള്ളത്. ഗ്രഹങ്ങളുടെ ചലനം ഗ്രഹങ്ങളുടെ ചലനം, കൊല്ലും ഫി ഫലക്കി യസ്ബഹൂൻ, അത് യെസ്, നീന്തുന്നു ഒരു എന്നൊക്കെ നീന്തിക്കൊണ്ടുള്ള ഒരു സ്വിമ്മിങ് മോഷൻ എന്നുള്ളത്. അപ്പം അന്നത്തെ കാലത്തുള്ള ആളുകൾക്കും അത് മനസ്സിലാക്കാൻ പറ്റും, ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതൽ അറിവ് കിട്ടുമ്പോൾ അതിന്റെ കൃത്യത കൂടുതൽ ബോധ്യപ്പെടുന്നു. അതെ. ഇങ്ങനെയുള്ള ഒരു ഗ്രന്ഥം അതിനെ വക്രതയില്ലാതെ സമീപിക്കുന്നത്, അതാണ് വിശുദ്ധ ഖുർആനിൽ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഈ ഗ്രന്ഥത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. ഇപ്പോ വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ അധ്യായങ്ങളിലൊന്ന് ഇപ്പൊ ഫാത്തിഹ ഒന്നാമത്തെ അധ്യായം കഴിഞ്ഞാൽ രണ്ടാമത്തെ അധ്യായം അതിൽ തന്നെ പറയണത് ഇത് ആർക്കാണ് മാർഗദർശനം കൊടുക്കാന്നുണ്ട്. ഉം. ഹുദല്ലിൽ മുത്തഖീനാണ്, ഉം. സൂക്ഷ്മത പാലിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ്. അതെ, അതെ. അല്ലാതെ ഞാൻ എന്ത് വന്നാലും ഞാൻ എന്നെ തല്ലണ്ടമ്മാവാ ഞാൻ നന്നാവൂല എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളവർക്കല്ല അത്. ഒരു മുൻധാരണയോട് കൂടി അതെ. അല്ലെങ്കിൽ പരിഹസിക്കാൻ വേണ്ടിയൊക്കെ ഇതിനെ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടത് നിന്നും നേരെ കിട്ടുന്നല്ല. മറിച്ച് സത്യം എന്താണെന്ന് അറിഞ്ഞാൽ ഞാൻ അത് സ്വീകരിക്കും എന്ന മൈൻഡ് സെറ്റ് ആർക്കാണുള്ളത്, യെസ്. ആ കാര്യം അനുസരിക്കും. ഇപ്പം ദൈവം ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ ദൈവത്തെ അനുസരിക്കും എന്ന മൈൻഡ് സെറ്റോട് കൂടി ആരെങ്കിലും വായിച്ചാൽ അതാണ് സൂക്ഷ്മത പാലിക്കുക എന്ന് പറഞ്ഞാൽ. അതെ, അതെ. ആ സൂക്ഷ്മത പാലിക്കുന്ന മൈൻഡ് സെറ്റ് ആർക്കാണുള്ളത്, അവർക്ക് ഇത് ഹുദയാണ്, ഗൈഡൻസ് ആണ്, മാർഗദർശനമാണെന്നാണ് ഖുർആൻ പറയുന്നത്. മാത്രമല്ല ഇപ്പൊ നമ്മൾ ന്റെ കീഴിൽ ഒരുപാട് സംവാദങ്ങൾ ഇതൊക്കെ നടത്തുന്നവരാണല്ലോ. ഖുർആനിൽ ശരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും എനിക്ക് മനോഹരമായി തോന്നിയ സൂറത്തുകളൊന്ന് സൂറത്തു താഹയാണ്. 20-ാം അധ്യായം സൂറത്തു താഹ. ആ താഹയിൽ ശരിക്ക് തുടങ്ങുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. ശരിക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖുർആനിൽ ഏറ്റവും കൂടുതൽ കഥാകഥനം ചെയ്യപ്പെട്ട പ്രവാചകനും മൂസാ നബി, Yes. ആവർത്തിച്ച് പറയപ്പെട്ട പ്രവാചകനും മൂസാ നബി അലൈഹി ഇസ്ലാം. ഈ മൂസാ വാദത്തിന്റെ ഒരു രീതിശാസ്ത്രം വളരെ മനോഹരമായി സൂറത്തു താഹയിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതായത് ആളുകളെ വിളിക്കുന്ന ആളടക്കം ഓരോ വലിയൊരു ഓഡിയൻസിന് കിട്ടുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക, അതേപോലെ വെക്കുക, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ സംവാദമായിട്ട് വന്നിട്ട് നമ്മളെ സംബന്ധിച്ച് എന്നുള്ള നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സംവാദങ്ങൾ സംവാദമായിട്ട് ഇപ്പൊ ബന്ധപ്പെട്ടുള്ള എന്തിനു വേണ്ടി ഏത് തരത്തിലുള്ള ആളുകൾക്കും അവരുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ വിശുദ്ധ ഖുർആനിലുണ്ടാവും. പല ആളുകളും അനുഭവം പറയുന്ന കേൾക്കാറുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽപ്പെട്ട് അതെ. പെട്ടെന്ന് ഖുർആൻ തുറന്നു നോക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പരിഹാരം അതിൽ കണ്ടതുപോലെ. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. സമീപിക്കുകയാണെങ്കിൽ, സത്യാന്വേഷണത്തിന് വേണ്ടി ഇതിനെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഹുദ, നിങ്ങൾക്ക് വേണ്ട സന്മാർഗം ഇതിലുണ്ട്. അതല്ല കുറ്റാന്വേഷണത്തിന് വേണ്ടി സമീപിക്കുകയാണെങ്കിൽ എന്തെങ്കിലും രൂപത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും എന്ന രൂപത്തിൽ ആരെങ്കിലൊക്കെ പറയുന്ന വരികൾക്കിടയിലൂടെയുള്ള വായനയൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോകാം എന്നുള്ളതല്ലാതെ ഖുർആൻ തന്നെ പറയണ്ടല്ലോ, ഈ ഖുർആനിലൂടെ അള്ളാഹു വഴിപിഴപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. വയുദില്ലു ബിഹി കസീറ, വയഹ്ദി ബിഹി കസീറ, വയുദില്ലു ബിഹി കസീറ എന്ന് പറയുന്നുണ്ട്. ഇതിലൂടെ ഒരുപാട് പേർക്ക് നേർമാർഗം നൽകുന്നുണ്ട്,
ഇതുകൊണ്ട് തന്നെ ഈ ഖുർആനിലൂടെ തന്നെ ഒരുപാട് പേരെ അതിന്റെ ഒരു കാരണമായി ആ മാറും. വഴിപിഴപ്പിക്കുന്നവരാരാ? ഫാസിഖീങ്ങളായിട്ടുള്ള ആളുകൾ, തെമ്മാടികൾ. എന്ത് Yes. പറഞ്ഞാലും ഞങ്ങളെ ഇഷ്ടമനുസരിച്ച് അതിനെ ദുർവ്യാഖ്യാനിച്ചിട്ടേ Yes. ഇതിനെ മനസ്സിലാക്കൂ എന്ന് വാശി പിടിക്കുന്ന ആളുകൾ. ഇങ്ങനത്തെ ഒക്കെ ആളുകളെ നോക്കി കാണാം. നമ്മുടെയൊക്കെ ചർച്ചയിൽ അതെ. ശരിക്കും കണ്ടാൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിക്കും അതെ. കാണാൻ പറ്റും. വിശുദ്ധ ഖുർആനിൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടിയാൽ പോലും അതിനെ എങ്ങനെ വക്രീകരിക്കാം അതെ. എന്നാലോചിക്കുന്നത്. അപ്പൊ ഇനിവേ ഈ ഒരു വിശുദ്ധ ഖുർആന്റെ മാസത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് മുമ്പിലുള്ള ഒരു ചലഞ്ച് അതാണ്. ഇപ്പൊ ഹൽമിൻ മുദ്ദക്കിർ, ആരുണ്ട് ഉറ്റാലോചിക്കാൻ, ആരുണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ. അപ്പം ഈ ഒരു മാസത്തിൽ നിങ്ങൾ വിശ്വാസിയാകട്ടെ അല്ലെങ്കിൽ സംശയമുള്ളവരാകട്ടെ, നിങ്ങളുടെ ഒരു സമീപനം ഏത് തരത്തിലാകട്ടെ, ഫഹൽമിൻ മുദ്ദക്കിർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റിനോട് കൂടി നമ്മൾ ഈ ഒരു മാസം തുടങ്ങുകയാണ്. ഈ ഒരു മാസത്തിൽ നിങ്ങൾ ഖുർആനെ വളരെ പ്ലെയിനായ, വളരെ സത്യാന്വേഷണത്തിന്റെ മൈൻഡോടുകൂടി ഖുർആൻ പഠിക്കുക. അതിന്റെ പരിഭാഷകൾ അവൈലബിൾ ആണ്. പിന്നെ തഫ്സീറുകൾ, മലയാളത്തിലടക്കം തഫ്സീർ ആപ്പുകൾ അവൈലബിൾ ആണ്. ഖുർആൻ മലയാളം തഫ്സീർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ വായിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഇബ്നു കസീറിന്റെ അടക്കം ഒരുപാട് തഫ്സീറുകൾ അവൈലബിൾ ആണ്. ആ തഫ്സീറുകൾ എടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ, ആ സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു മാസത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പിന്നെ ആവശ്യപ്പെടുന്നത്. നമുക്ക് ഈ ഒരു മാസത്തിൽ ഈ ഒരു തദബ്ബുർ സീരീസിന്റെ ഭാഗമായി ഇതുപോലെയുള്ള ഖുർആനിന്റെ വളരെ പ്രധാനമായിട്ടുള്ള ആയത്തുകളെ കുറിച്ചുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും ഈ വഴിയെ നടത്താം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.